എന്ന് പറയുന്നത് വാട്ട് ഈസ് കെ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ, എക്സിൻ്റെ വാല്യൂ എന്താണ്? 6 ആണ്. 6 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു വൈയുടെ വാല്യൂ 75 ആണ്. സെഡ് സ്ക്വയർ, സെഡിൻ്റെ വാല്യൂ 5 ആണ്. അതിൻ്റെ സ്ക്വയർ എന്താണ്? 25 ആണ്. ഇവരെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും. സോ കെ ഈസ് ഈക്വൽ ടു 6/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? സോ ഞാൻ അങ്ങനെ എന്ത് കണ്ടുപിടിച്ചു? യെസ്, ഐ ഫൗണ്ട് ദ വാല്യൂ ഓഫ് കെ. ഇനി എനിക്ക് എന്തുണ്ട്? എൻ്റെ കയ്യിൽ കെയുടെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ ഉണ്ട്, സെഡിൻ്റെ വാല്യൂ ഉണ്ട്. നൗ ഐ ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു കെ 2 ആണ്. വൈയുടെ വാല്യൂ 24 ആണ്. സെഡിൻ്റെ വാല്യൂ 4 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 16 ആണ്. ഇവിടെ 8 കിട്ടും. സോ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? രണ്ടാമത്തെ കേസിൽ എക്സ് ഈസ് ഈക്വൽ ടു 3 ആണ്. ക്ലിയർ ആയല്ലോ? ചിലപ്പോൾ അവർ നിങ്ങളോട് എക്സാമിനേഷനിൽ അവർ ചോദിക്കും ആദ്യത്തെ കേസിലുള്ള എക്സിൻ്റെയും രണ്ടാമത്തെ കേസിലുള്ള എക്സിൻ്റെയും റേഷ്യോ എന്താണെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിലുള്ള എക്സ് എന്താണ്? 3 ആണ്. രണ്ടാമത്തെ കേസിലുള്ള എക്സിൻ്റെ വാല്യൂ, ആദ്യത്തെ കേസിൽ എക്സിൻ്റെ വാല്യൂ 6 ആണ്. രണ്ടാമത്തെ കേസിൽ എക്സിൻ്റെ വാല്യൂ 3 ആണ്. സോ അതിൻ്റെ റേഷ്യോ എന്താണ്? അതിൻ്റെ റേഷ്യോ 2:1 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പ്രൊപ്പോർഷൻ വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നാൽ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഈ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് പോവാറില്ല മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻ. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് മിക്കവാറും അതിൽ ആദ്യം എന്തായിരിക്കും കണ്ടുപിടിക്കാനുണ്ടാവുക? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുണ്ടാവുന്നത്. സോ ആദ്യം ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡേറ്റ വെച്ച് നിങ്ങളത് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങളോട് ഏത് ആളുടെ വാല്യൂ ആണോ ചോദിച്ചത് അത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എക്സ് തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ തന്നിട്ട് വൈ എത്രയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സെഡ് എത്രയാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിലും ഈ ഇക്വേഷനിൽ തന്നിട്ടുള്ള വാല്യൂസൊക്കെ അപ്ലൈ ചെയ്യുക. നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ള വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഏത് വേരിയബിളിൻ്റെ വാല്യൂ ആണോ മിസ്സിങ് അത് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? യെസ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സം ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഈസ് റിക്വയർഡ് ഫോർ ഈച്ച് മെമ്പർ ഓഫ് എ